I was really very, very happy to see the turf, and I'm sure all of you are also very happy. ഞാൻ വളരെ വളരെ സന്തോഷവതിയായിരുന്നു ആ ടർഫ് കാണുന്നതിന്. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളെല്ലാവരും വളരെയധികം സന്തോഷവാന്മാരാണ് ആ ടർഫിനോട്. It's truly a world-class facility, and it should make all of us proud that it is right here in Wayanad Lok Sabha constituency, and that you will now get to play on it and to train on it. ഇത് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ടർഫാണ്. നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം. ഇത് നമ്മളുടെ ഈ ലോക്സഭാ മണ്ഡലത്തിലാണ്. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ ഈ കളികൾക്കും എല്ലാം വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ആ ടർഫ് ഇവിടെ ഉപയോഗപ്പെടുത്തും എന്ന് പ്രതീക്ഷിക്കാം. My heartiest congratulations and compliments to all of you and to all those who made this possible. ഇത് പൂർത്തിയാക്കിയ സാക്ഷാത്കരിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു. Kozhikode and Malappuram have long been the Mecca of football. I am really proud to see that more and more young people are taking soccer up professionally. കോഴിക്കോടും മലപ്പുറവും ഫുട്ബോളിന്റെ മെക്ക എന്നാണ് അറിയപ്പെടുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇന്ന് പുതിയ തലമുറയിൽപ്പെട്ടവരും ആ രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതിൽ. Everyone in my family is also a soccer fan. എല്ലാവരും, എൻ്റെ കുടുംബത്തുള്ള എല്ലാവരും ഫുട്ബോൾ ആരാധകരാണ്. And your ex-MP Rahul Gandhi ji, I don't know if you know, but he plays soccer very well. നിങ്ങൾക്ക് അറിയുമോ എന്നറിയില്ല, പക്ഷേ എൻ്റെ സഹോദരൻ, നിങ്ങളുടെ മുൻ MP രാഹുൽ ഗാന്ധി വളരെ നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരാൾ കൂടിയാണ്. But you have top talents like Sandeep S, Khalid Roshan and Nofal who have emerged from your very college here. നിങ്ങൾക്ക് സന്ദീപ് എസും ഖാലിദ് നോഫലും പോലെയുള്ള വലിയ പ്രതിഭാശാലികളായിട്ടുള്ളവർ ഇവിടെ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. And it's always very encouraging to see educational institutions that encourage sports and give a lot of push to sports. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കായിക പരിശീലനത്തിനും കായിക മത്സരങ്ങൾക്കും വേണ്ടി വലിയ രീതിയിലുള്ള പ്രാധാന്യം നൽകുന്നു എന്നുള്ളത് നമ്മളെ വലിയ രീതിയിൽ നമ്മളെ പ്രചോദിപ്പിക്കുന്നതാണ്. Because these days young children, especially teenagers, have many more pressures on them. ഈ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചെറിയ കുട്ടികൾ, ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളുടെ എല്ലാം മുകളിൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങളുണ്ട്. Aside from the pressures of exams and stress of what lies ahead, you have social media, and though it's enjoyable for you at many levels, but it also creates different pressures. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ മുകളിൽ വലിയ പ്രഷറുകളുണ്ട്. പരീക്ഷയുടെ സമ്മർദ്ദമുണ്ട്, അതുപോലെ തന്നെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് സമ്മർദ്ദങ്ങളുണ്ട്. സോഷ്യൽ മീഡിയയുടെ സമ്മർദ്ദമുണ്ട്. അത് പലപ്പോഴും ഗുണപരമായി ഉപയോഗിക്കുമ്പോൾ തന്നെ അതിന് മറ്റൊരു ഭാഗം കൂടിയുണ്ട്. And in a way you are forced to grow up very early compared to older generations like us. ഒരു വിധത്തിൽ ഞങ്ങളുടെ ഒരു തലമുറയേക്കാൾ വലിയ വേഗത്തിൽ നിങ്ങളുടെ തലമുറ വളർന്നുകൊണ്ടിരിക്കുകയാണ്. Older generations used to have more time to play, more time to do sports or just play outside. ഞങ്ങളുടെ പഴയ തലമുറയ്ക്ക് ഒട്ടേറെ സമയമുണ്ടായിരുന്നു. കളികൾക്കും പുറത്ത് കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനെല്ലാം കുറേയേറെ സമയമുണ്ടായിരുന്നു. And that freedom and time to play taught us a lot. ആ സമയവും സ്വാതന്ത്ര്യവുമെല്ലാം ഞങ്ങൾക്ക് കുറേയധികം സംസാരിക്കാനും ഞങ്ങൾക്ക് ഇടപെടാനും കഴിയുന്നതായിരുന്നു. It taught us very similar lessons to games and sports like soccer teach you. ഞങ്ങളെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കുറേയധികം കാര്യങ്ങൾ, ഈ കളികളുമെല്ലാം കുറേയധികം കാര്യങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുമുണ്ട്. How to work as a team, how to help each other, how to think of the team before yourself. ഒരു ടീമായിട്ട് എങ്ങനെയാണ് ഒരു കൂട്ടായ്മയോടെ പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് ഇതിന് പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. How you can be on opposite teams and be fighting to win a trophy but still be good friends with each other. വിരുദ്ധ ടീമുകളിൽ നിന്ന് കളിക്കുമ്പോൾ പോലും എങ്ങനെയാണ് അവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹാർദ്ദം സ്ഥാപിക്കാനും ഒരുമിച്ച് കളിക്കുന്നതിനുമെല്ലാം എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. How to pick up someone who has fallen even if he doesn't belong to your team. ഒരാൾ നമ്മുടെ ടീമിലല്ലാത്ത ഒരാൾ, എതിർ ടീമിലുള്ള ആളാണ് പോലും ഒന്ന് വീഴുമ്പോൾ അവനെ ഓടിച്ചെന്ന് സഹായിക്കുന്നതിന് നമ്മളെ ഈ കളികൾ പഠിപ്പിച്ചിട്ടുണ്ട്. And how to think and plan together as a group. അതുപോലെ തന്നെ നമ്മൾ ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് എങ്ങനെയാണ് ആലോചിക്കാനും ആസൂത്രണം ചെയ്യാനുമെല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. Sports also brings out your ability to lead. സ്പോർട്സ് നമ്മളുടെ നേതൃപരമായ ഒരു കഴിവിനെ കൂടി മുന്നോട്ട് കൊണ്ടുവരുന്നതാണ്.
is good for your health, your നിങ്ങളുടെ- muscles, your physical and mental health. നിങ്ങളുടെ ആരോഗ്യത്തിന്, അത് മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് ഏറ്റവും അധികം ഗുണം ചെയ്യുന്നതാണ് സ്പോർട്സ്. And these days when many teenagers are victims of depression and stress and, as I said earlier, lots of pressures, and they turn to drugs or alcohol use, sports is an outlet which keeps you away from these habits. ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ പുതിയ തലമുറയും ഒട്ടേറെ ജനങ്ങളും ഇന്ന് സമ്മർദ്ദങ്ങൾക്കടിപ്പെട്ടും അതുപോലെ തന്നെ മറ്റ് വിധത്തിലുള്ള പ്രശ്നങ്ങളും എല്ലാം അഭിമുഖീകരിക്കുമ്പോൾ അവർ ലഹരിയിലേക്കും മയക്കുമരുന്നിലേക്കും തിരിഞ്ഞു പോകുന്ന കാലഘട്ടമാണ്. അവിടെ സ്പോർട്സിന് നമ്മളെ നേരായി നയിക്കാൻ വലിയ ശക്തിയുണ്ട്. And it protects you in many ways. അത് നമ്മളെ പല രീതിയിൽ നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. More than anything else, it's a great unifier. It makes us forget our differences and helps us to celebrate the bond that transcends our different identities, our cultures. നമ്മുടെ സംസ്കാരങ്ങൾക്കും നമ്മുടെ എന്താ പറയുക, നമ്മുടെ മതത്തിനും ജാതിക്കും എല്ലാം അപ്പുറം നമ്മളെല്ലാം ഒരുമിപ്പിച്ച് നിർത്താനും നമ്മളുടെ ഇതിനെ ആഘോഷമാക്കാനും സ്പോർട്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. I really hope that this new facility not only helps you to train harder, to play better and to become better sportsmen, but also brings in new friendships into your life. ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന പുതിയ ടർഫ് അത് നിങ്ങളുടെ കഴിവിനെ പുറത്തു കൊണ്ടുവരാനും നിങ്ങളുടെ മറ്റു ടാലന്റുകളെ പുറത്തു കൊണ്ടുവരാൻ ഉൾപ്പെടെ തന്നെ നമ്മൾക്ക് കൂടുതൽ സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും ഇതുവഴി സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. And I also hope it teaches you to be kind and to be graceful and gracious to others, even as you play and you compete with each other. അതുപോലെ തന്നെ ഇത് നിങ്ങളെ കൂടുതൽ കരുണയുള്ളവരാക്കാനും പരസ്പര സൗഹാർദ്ദമുള്ളവരാക്കാനും ഒരുമിച്ച് മുന്നോട്ട് പോകാനും ഉള്ള പല ടീമുകളായി കളിക്കുമ്പോൾ തന്നെ അതിന് സാധിക്കുമാറാകും എന്ന് ഞാൻ കരുതുന്നു. And finally, I would like to commend Mamo College for providing the education that it does to all of you. അവസാനമായി ഞാൻ ഈ സ്ഥാപനത്തെ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കാം, ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നതിന്. It gives you support and mentors you to have a strong and better future for yourselves. ഇത് നിങ്ങളെ കരുത്തുറ്റതും വളരെ നല്ല ഒരു ജീവിതത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി നിങ്ങളെ പരുവപ്പെടുത്തുന്ന ഒരു പ്രക്രിയയായിരിക്കും. So I thank you all once again and I congratulate you all once again. My very, very best wishes for this wonderful facility. I hope that soon I'll be able to come and watch you play on it. അതുകൊണ്ട് ഇന്ന് എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ഈ ഒരു ടർഫിന്റെ ഗുണഭോക്താക്കളായ നിങ്ങൾ ഓരോരുത്തരെയും അഭിനന്ദിക്കുകയാണ്. ഒരിക്കൽ എനിക്ക് ഇവിടെ വന്ന് നിങ്ങൾ ആ ടർഫിൽ കളിക്കുന്നത് കാണാനുള്ള അവസരം കൂടി ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. By the way, can I ask a question? ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചുകൊള്ളട്ടെ. Do the girls also play soccer? പെൺകുട്ടികളും ഇവിടെ ഫുട്ബോൾ കളിക്കുന്നവരുണ്ടോ? Yes, you also play. You must play. നിങ്ങളും കളിക്കണം. I want to come and watch a girls soccer match. എനിക്ക് വന്നിട്ട് പെൺകുട്ടികളുടെ ഒരു ഫുട്ബോൾ മത്സരം കാണണം എന്നുണ്ട്. And I'm very happy to know that you play as well. നിങ്ങൾ കളിക്കുന്നു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷം നൽകുന്ന ഒന്നുകൂടിയാണ്. You know, in my daughter's school there was no soccer team for girls. എൻ്റെ മകളുടെ സ്കൂളിൽ പെൺകുട്ടികൾക്കുള്ള ഒരു സോക്കർ ടീം ഉണ്ടായിരുന്നില്ല. And when she was 9 years old, this upset her very much, so she came and complained to me. അവൾക്ക് 9 വയസ്സുണ്ടായിരുന്നപ്പോൾ ഇത് വലിയ രീതിയിൽ അവൾക്ക് ആശങ്കയുണ്ടാക്കി എന്നോട് വന്ന് പരാതി പറയുകയുണ്ടായി. So I said, why are you complaining? You want me to go and ask for you? അതുകൊണ്ട് ഞാൻ ചോദിച്ചു, നീ എന്തിനാണ് എന്നോട് പരാതി പറയുന്നത്? ഞാൻ പോയിട്ട് ഇതിനെ കുറിച്ച് ചോദിക്കണം എന്നാണോ? I said, you do something about it if you're upset about it. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നീ അതിനകത്ത് അപ്സെറ്റ് ആണെങ്കിൽ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞു. So she wrote a letter to the principal. അതുകൊണ്ട് അവൾ ഒരു പ്രിൻസിപ്പലിന് ഒരു കത്തയച്ചു. And she made all the girls in her class sign it. എന്നിട്ട് ആ ക്ലാസ്സിലുള്ള എല്ലാ പെൺകുട്ടികളെയും കൊണ്ട് അതിൽ ഒപ്പിടിപ്പിച്ചു. And she took it to the principal and said it's not fair. എന്നിട്ട് Girls should also be allowed to play. എന്നിട്ട് പ്രിൻസിപ്പലിന്റെ മുന്നിലേക്ക് ആ കത്തുമായിട്ട് ചെന്നിട്ട് പറഞ്ഞു, ഇത് നീതിയല്ല, പെൺകുട്ടികളെയും കളിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു. So after that the school allowed girls to play soccer and their soccer team is very strong, and my daughter and lots of other girls went and played for their school in many tournaments. അതിനുശേഷം ആ സ്കൂള് പെൺകുട്ടികൾക്ക് വേണ്ടി സോക്കർ ടീം ഉണ്ടാക്കി. എൻ്റെ മകൾ ഉൾപ്പെടെ ഒട്ടേറെ കുട്ടികൾ അവിടെ ഫുട്ബോൾ കളിച്ചു. അവർ പോയി പല ടൂർണമെന്റുകളിൽ പങ്കാളികളുമായി.
So I'm very happy that all of you are already ahead of that situation and you're playing sports outside and soccer, and I wish you all the best, especially to the girls. അതുകൊണ്ട് ഇവിടെയുള്ള പെൺകുട്ടികൾ ഇപ്പോൾ തന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചുവെന്നും പുറത്ത് നിങ്ങൾ ഫുട്ബോൾ കളിക്കുന്നു എന്നുള്ളതുമെല്ലാം എനിക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. Thank you very much and all the very best. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നിങ്ങൾക്ക് എല്ലാ ആശംസകളും.